ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വൈകിട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് വെളിയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. സംഭവം ഇവിടെ 150 രൂപയ്ക്ക് കുറേ സാധനങ്ങൾ കിട്ടുന്ന ഒരു മേള പോലത്തെ സംഭവമുണ്ട്. ജൂലൈ 15 തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നാ പോകാൻ പറ്റിയത്. സോ അവിടെ പോവാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഈ മേള നടക്കുന്നത് കൊട്ടാരക്കരയിലുള്ള സൗപർണിക ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. സോ ഇവിടെയായിരുന്നു ഞങ്ങളുടെ ബ്രാഹ്മൺ സഭയുടെ പരിപാടിയായിരുന്നു. ഞാൻ ഡാൻസിനൊക്കെ വീടിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇവിടെ ആയിരുന്നു നടന്നത്. ഇത് താഴത്തെ ഭാഗമാണ്, അതായത് ഇവിടെ നിന്നാണ് സാധാരണ കല്യാണത്തിനായാലും എല്ലാവരും ഫുഡ് കഴിക്കുന്ന ആ ഒരു സ്പേസ് ആണ്. സോ അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ നേരത്തെ വെച്ചേക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 15 തുടങ്ങിയതാണ്. ഓഗസ്റ്റ് 15 വരെ ഉള്ളൂ. അതായത് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന്റെ അന്നും എൻ്റെ അടുത്ത ദിവസം വരെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. എല്ലാ സാധനങ്ങൾക്കും, അതായത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എല്ലാ സാധനങ്ങൾക്കും 180 രൂപയുള്ളൂ. അതേപോലെ ചില പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ 2-3 എണ്ണത്തിനൊക്കെയാണ് 180. അതേപോലെ ലാസ്റ്റും കുറച്ച് സാധനങ്ങൾക്ക് കാണിക്കും, അതും അതേപോലെ 3 എണ്ണത്തിനൊക്കെയാണ് 180. ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ കണ്ട പ്ലേറ്റിന്റെ തന്നെ ഒരു സെക്ഷൻ ഫുൾ ഇതേപോലെ പ്ലേറ്റും പല ടൈപ്പ് പ്ലേറ്റ്സ് ഒക്കെയാണ്. ഇതൊക്കെ കൂടുതൽ 3-5 എണ്ണൊക്കെയാണ് 180. അതേപോലെ കുഞ്ഞു പ്ലേറ്റ്സും നമ്മൾ ഈ സ്നാക്സ് കഴിക്കാൻ വരുന്ന പ്ലേറ്റ്സും പിന്നെ അതേപോലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല, കാര്യം വാറന്റി ഒക്കെ എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ലായിരുന്നു, ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ നോക്കി. ലാസ്റ്റ് പിന്നെ ഒരു 2 സംഭവമാണ് വാങ്ങിച്ചത്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എല്ലാം നോക്കിയിട്ടൊക്കെ വാങ്ങാം. എല്ലാത്തിനും ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് വാങ്ങിയാൽ അതിങ്ങനെ ആൾക്കാർ അങ്ങനെ സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ പോലെ ഒന്നുമില്ല. നമുക്ക് കണ്ട് തിരഞ്ഞെടുത്ത് വെളിയിലാണ് അതിന് ബില്ലടിക്കുന്നത്. ഇത് തമിഴ് ആൾക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എന്താ വെച്ചാൽ അവിടെ എല്ലാം തമിഴ് സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു ബില്ലടിക്കുന്നത്. അവിടെയൊക്കെ അവരെന്തോ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നേക്കെ ആയിരിക്കാം. കാര്യം അവിടെ ഉണ്ടായിരുന്ന കവറിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച അങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളൊരു കവർ ചോദിച്ചതിനാണ് അങ്ങനെ പറഞ്ഞത്, ഇത്ര രൂപയെന്നൊക്കെ പറഞ്ഞു. കാര്യം ചില സാധനങ്ങൾ നമുക്ക് കവർ ഇട്ട് തരില്ല, നേരെ അങ്ങ് കെട്ടി നമുക്ക് കയ്യിലങ്ങ് തരത്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കവർ ചോദിച്ചപ്പോഴാണ് അങ്ങനെ പറയുന്നത്. എനിവേ ഞാൻ നിങ്ങളെ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ സ്പീഡിൽ കുറച്ച് കാണിക്കും. കാര്യം ഇഷ്ടംപോലെ സാധനം കാണിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് അവിടെ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾക്ക് ഞാൻ കുറച്ച് സ്പീഡിലിട്ട് കാണിക്കാം. ഇത്രയും സംഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ഇടാൻ ഞാൻ എടുത്തത് വെച്ച് നോക്കുമ്പോൾ ഒരാഴ്ച വൈകി. പിന്നെ ഇത് ജൂലൈ 15 തുടങ്ങിയതാണ്. പക്ഷേ എല്ലാവരും ഒക്കെ മിക്ക സാധനങ്ങളൊക്കെയാണ് ഉണ്ടല്ലോ, ഈ ആദ്യമൊക്കെ പോകുന്നവർ നല്ലത് നോക്കി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എല്ലാം ഒരുമാതിരി ചിളങ്ങിയ പാത്രങ്ങളൊക്കെ ചില സ്ഥലങ്ങൾ മാത്രം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ലത് നോക്കി ആദ്യം എല്ലാം എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. ഈ ആൾക്കാർ തന്നെ എല്ലാം നോക്കിയിട്ട് അവിടെ വെക്കുമ്പോൾ എല്ലാം ഡാമേജ് ഒക്കെ ആകും. അവർ ശ്രദ്ധിക്കത്തൊന്നുമില്ല, അവർക്ക് അവരുടെ കാര്യം മതി. ഞാനൊക്കെ പക്ഷെ നോക്കി അതേപോലെ പതുക്കെ വെച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതേപോലത്തെ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. പിന്നെ നമുക്ക് ഈ ലൈറ്റൊക്കെ 180 രൂപയ്ക്ക് എനിക്ക് അറിഞ്ഞൂടെ ലാഭമാണോ എന്ന്. എനിക്ക് ഈ വലിയ സാധനങ്ങൾക്ക് 150 രൂപയ്ക്ക് വാങ്ങുമ്പോൾ പ്രശ്നമില്ല. ഈ ചെറിയ സാധനങ്ങൾക്ക് 180 രൂപയ്ക്ക് അയ്യോ അത് 150 രൂപയ്ക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ തോന്നും. കാര്യം ചിലതൊക്കെ നമുക്ക് ഭയങ്കര ലാഭമാണെങ്കിലും ചിലതൊക്കെ നോക്കുമ്പോൾ 150 രൂപയ്ക്ക് നഷ്ടമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ കൊള്ളാം. പക്ഷെ ഇതൊക്കെ ഇത്ര നാൾ നിൽക്കും നമുക്കൊരു ഇതില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചില്ല. ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാണ്ടിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഈ പാക്കറ്റിലുള്ളതൊക്കെ ഓക്കെ ആയിരിക്കും, അല്ലാതെ ഉള്ളത് നമ്മൾ വാങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് അധികം നഷ്ടം വരാത്ത സാധനങ്ങൾ വേണം നോക്കി വാങ്ങാൻ. പിന്നെ വൈകിട്ട് ഞങ്ങൾ ചെന്ന ടൈമിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇതിന് മുമ്പ് തന്നെ ചില ദിവസങ്ങൾക്ക് ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ ദിവസം മഴ ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് പേരൊക്കെ കുറയുന്ന പോലെ നമുക്ക് തോന്നി. പക്ഷെ അത്യാവശ്യം കുറച്ച് എല്ലായിടത്തോട്ടും നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തോരം സാധനങ്ങളാണെന്നറിയാം എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. എനിക്കറിയത്തില്ല, അവര് ചിലതൊക്കെ ഓക്കെയാണ്, പക്ഷെ അവരുടെ ഇഷ്ടമല്ല, അപ്പം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇഷ്ടംപോലെ വാരി എടുത്തുകൊണ്ട് പോകുന്ന കാണാം. ഈ ഇരുമ്പിന്റെ ചട്ടിയൊക്കെ നമ്മൾ എന്ത് ഇതിലാണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്നത്. നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ എന്ത് സാധനങ്ങൾ ISI മുദ്ര അങ്ങനെയൊക്കെ ക്വാളിറ്റി നോക്കിയിട്ടല്ലേ വാങ്ങേണ്ടത്. ഇവിടെ അങ്ങനത്തെ അതൊന്നും ഇല്ല. പക്ഷെ എല്ലാവരും കൊള്ളാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ കൊച്ചു പ്ലേറ്റ്സ് കാണുമ്പോൾ നമുക്ക് നല്ല ഒരു രസമായിട്ട് തോന്നും. കണ്ട ആ വലിയ പ്ലേറ്റ് ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി യൂസിന് പറ്റുമെന്നൊന്നും അറിയില്ല. വാങ്ങിച്ചാൽ നമ്മളിങ്ങനെ ഷോ കേസിൽ വെക്കത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ആ സിൽവറിന്റെ എനിക്ക് വാങ്ങണം എന്നുണ്ടായിട്ട് ഞാൻ വാങ്ങിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അത് ഉടനെ എവിടെയെങ്കിലും വാങ്ങാൻ, ഇവിടെ കുറേ മേളകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, എവിടെന്നെങ്കിലും വാങ്ങണം. ഇതാണ് സോഫ്റ്റ് ടോയ്, ഇതാണ് എനിക്ക് നഷ്ടമായിട്ട് തോന്നിയില്ല. ആണെങ്കിൽ ഞാൻ ഏറ്റവും വലുതുണ്ടായാൽ ഞാൻ വാങ്ങിച്ചാൽ. പിന്നെ ഇതൊക്കെ മീഡിയം സൈസ് ആ വീട്ടിലെ ടൈപ്പ് ഉണ്ട്. പക്ഷെ എല്ലാം നല്ല സോഫ്റ്റ് ടോയ്സ് ഒക്കെ 150 രൂപ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. എന്റെ പാണ്ടി മോൻ പിന്നെ കുറേ വേസ്റ്റ് ബോക്സിൻ്റെ അങ്ങനത്തെ ഉള്ളത്, പിന്നെ ഇതേപോലത്തെ ഉള്ള അടപ്പുള്ള ബക്കറ്റ്, അങ്ങനത്തെ കുറേ മുറം അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇതിനില്ല കേട്ടോ, ഇതിനെക്കാട്ടും വലിയതൊക്കെ വെളിയിലുണ്ട്. ലോണ്ടറി ബോക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം നല്ലതാണ്. അതൊക്കെ വാങ്ങിയ നല്ലതാണ്. ഈ വലിയ ചെരുവൊക്കെ ആണെങ്കിലും 150 രൂപയ്ക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ഈ മേളയിൽ പോയ ഡ്രസ്സാണേലും അല്ലാത്ത ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇതേപോലെ ബാഗോ എനിക്ക് അത്ര ചിലതൊക്കെ നല്ലതായിരിക്കും. ഈ സോഫ്റ്റ് ടോയ്സ് അല്ലെങ്കിൽ ചവിട്ടി, ബക്കറ്റ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. കാര്യം ഡ്രസ്സൊക്കെ
ഞാൻ അത് കണ്ട ഒരു മേളയിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഉടനെ വരും. എനിക്ക് ഡ്രസ്സൊന്നും എനിക്ക് എല്ലാം ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൽ നല്ല ഡ്രസ്സ് മീഷോയിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും, ആ വിലയ്ക്ക് തന്നെ കിട്ടും. പിന്നെ നമ്മൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നില്ല. അപ്പം അങ്ങനെ ഡ്രസ്സ് നമുക്ക് അങ്ങനെ വാങ്ങിച്ചിടാൻ തോന്നില്ല. പിന്നെ വാങ്ങുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്ന് നോക്കി എന്തായാലും ഒരു മണിക്കൂറെങ്കിലും ഇപ്പോൾ ഒന്ന് വാങ്ങിച്ചില്ലെങ്കിൽ പോലും നമുക്കെല്ലാം കണ്ട് നോക്കി വരുമ്പോഴത്തേക്കും 1 മണിക്കൂർ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളെടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂർ. ഞങ്ങൾ വൈകിട്ട് ഇപ്പോൾ ഒരു 5 മണിക്ക് എന്തോ ഇറങ്ങിയിട്ട് 6:30 ആവാറായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. തിരിച്ചു വന്നപ്പോൾ ഇതിൽ ചില ബാഗൊക്കെ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ വന്നവരൊക്കെ നല്ല ബാഗ് എടുത്തുകൊണ്ട് പോയി തോന്നുന്നു. കാരണം അതിനകത്ത് ഇപ്പോൾ കുറച്ച് ബാഗൊക്കെ ഓക്കെയാണ്, പക്ഷെ ചിലതൊന്നും എനിക്ക് അത്ര ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. എനിക്ക് എൻ്റെ ടേസ്റ്റിന് പറ്റിയ ബാഗൊന്നും അല്ലായിരുന്നു. ചിലതൊക്കെ നല്ലതായിരുന്നു. ഈ ബാഗൊക്കെ ട്യൂഷന് പോകുന്ന പിള്ളേർക്കൊക്കെ നല്ലതാണ്. ട്യൂഷന് പോകുമ്പോൾ സെപ്പറേറ്റ് ബാഗ് എനിക്ക് പണ്ടുണ്ടായിരുന്നു, ഇതേപോലത്തെ കൊല്ലത്തുനിന്ന് വാങ്ങിച്ചത്. അപ്പോൾ അതേപോലെ ഉള്ളവർക്ക് ട്യൂഷനൊക്കെ കൊണ്ടുപോയി ഇങ്ങനത്തെ ഉള്ള ബാഗ് നല്ലതാണ്. കണ്ടോ, നിരന്ന് ഇങ്ങനെ വെച്ചേക്കോ, എല്ലാ സൈഡിലും ഇങ്ങനെ ഓരോ ടേബിൾ ഇട്ടിട്ട് ഇങ്ങനെ സാധനങ്ങൾ വെച്ചേക്കോ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി നടക്കണം. ഇതെൻ്റെ അളവാ, പക്ഷെ എനിക്ക് ഈ കളർ തന്നെ ഉണ്ട്. അമ്മയുടെ അതെന്താന്ന് വെച്ചാലേ ഈ ചെരുപ്പ് തന്നെ അമ്മയ്ക്കുണ്ട്. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ആ കളർ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ റെഡ് കളറും അതൊക്കെ മീഷോയിലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കണ്ടപ്പോൾ എനിക്കങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ചിരി വന്നു. അങ്ങനത്തെ ഹീല, എനിക്ക് ഇങ്ങനത്തെ ഹീല ഇഷ്ടം. ഇത് കണ്ണനെ കൊള്ളാം. ഇത്രയും പേര് അളവ് കറക്റ്റല്ല. ഓ, അമ്മേ പിന്നെ ഈ ദോശ ഉണ്ടാക്കുന്നതും അപ്പം ഉണ്ടാക്കുന്നത് അതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അങ്ങനത്തെ കുറേ ഇങ്ങനത്തുള്ള പാൻ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. കാരണം ചെടി ഇങ്ങനെ നേരത്തെ ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുന്ന എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ചിലതൊക്കെ നല്ലത് കണ്ടെങ്കിൽ എടുക്കുമായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ ദാണ്ട് ഇതേപോലത്തെ പാത്രങ്ങൾ, ഇതൊക്കെ കുറേ ഇങ്ങനെ ആൻറ്റിമാരൊക്കെ വന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. പക്ഷേ ഇതേപോലെ ഈ ഇടയ്ക്ക് കൊട്ടാരക്കരയിൽ ഇങ്ങനെ റോഡ് സൈഡിൽ ഇതേപോലെ വിൽക്കുന്നുണ്ടായിരുന്നു 150 രൂപയ്ക്ക്. ഇവർ തന്നെയാണോന്ന് അറിയില്ല, പക്ഷെ അതൊക്കെ പോലീസുകാർ ഹെൽത്തുകാർ വന്നിട്ട് ഇങ്ങനെ അവരുടെ അടുത്ത് പോകാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ അവർ ഈ പോലീസുകാർ കൊണ്ടുപോയി. കാര്യം അവരെ കൊടുത്തു വിട്ട് അവർ പിന്നെയും വിൽക്കില്ലേ, അതുകൊണ്ട് കൊണ്ടുപോയി. കാര്യം എന്ന് വെച്ചാൽ അതിനകത്തൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്വാളിറ്റി ഒന്നും അധികം ഉണ്ടാവണം എന്നില്ല. കാരണം ഈ ക്വാളിറ്റി ടെസ്റ്റ് ഒന്നും പാസ്സാവാത്തേക്ക് ആയിരിക്കും. പക്ഷെ കാണുമ്പോൾ വില കുറവായതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷെ നമുക്കല്ലേ അസുഖം വരുന്നത്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സദ്യക്കൊക്കെ എല്ലാവരും വിളമ്പുന്ന ആ ഒരു പാത്രത്തിന് ചെറുത്, ഇതെനിക്ക് വീട്ടിലോട്ടൊന്ന് വാങ്ങി കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും കൂട്ടാനൊന്നും അങ്ങനെ ഉണ്ടാക്കില്ലല്ലോ, അത് തന്നെ കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ എന്തിനാന്ന് വിചാരിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു സാധനം. പിന്നെ അവിടെ ബാഗും ചെരുപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും കുറേ ബാഗിൻ്റെ ചെരുപ്പിൻ്റെ അടുത്ത് എത്തും. അതുകൊണ്ട് ഞാൻ കുറേ ഭാഗങ്ങൾ തന്നെ അത് വീഡിയോന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ചെരുപ്പൊക്കെ കണ്ട് നിങ്ങൾ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൽ നിന്നാണ് 2 എണ്ണം ഞാൻ വാങ്ങിയത്. ആദ്യം ഞാൻ ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അനിയന് വാങ്ങണ്ടേ എന്ന് വിചാരിച്ചു. പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം കൂടെ എടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിയാകും. അങ്ങനെ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പ്ലേറ്റും കൊള്ളായിരുന്നു. പക്ഷേ ആണെങ്കിൽ ഈ ഒരെണ്ണത്തിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം കൂടെ വാങ്ങാമെന്ന് വെച്ച് ഒരെണ്ണം എടുത്തപ്പോഴത്തേക്കും അതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ വെച്ചു. ഈ ഇഡലി തട്ട് നല്ല രസമുണ്ട്, ചെറിയ ഇഡലി കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലിയ ഒരു ഹാളിലാണ് സംഭവം എല്ലാം ഉള്ളത്. പിന്നെ അതിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ കണ്ട ഈ സ്റ്റൂളൊക്കെ നല്ല സത്യം പറഞ്ഞു 150 രൂപയ്ക്ക് അത്ര പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. സ്റ്റൂള്, കസേര, പല ടൈപ്പ് പല ഹൈറ്റിലുള്ള ചെറുത് വലുത് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ കുഞ്ഞു കുഞ്ഞു കസേരകൾ, വലിയ കസേരകൾ, ലോണ്ട്രി ബക്കറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഏതൊക്കെയോ ആണെങ്കിൽ 1-2 എണ്ണത്തിനൊക്കെയാണ് 150. പിന്നെ ഇങ്ങനത്തെ വലിയ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചാൽ വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ നല്ല പാടായിരിക്കും. ഇപ്പം തന്നെ ഒരു 2 തലേണ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ നല്ല കഷ്ടപ്പെട്ടു. പിന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. പിന്നെ ആൾക്കാരൊക്കെ വലിയ ബില്ലിങ് ആണല്ലോ, കാരണം ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബില്ല് ഇങ്ങനെ അടിച്ചത്. ബില്ലായിട്ടൊന്നും ഇല്ല കേട്ടോ, പൈസ അടയ്ക്കുകയോ സാധനം വാങ്ങുക അതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു ഈ വ്ളോഗ്. ഞാൻ ഇവിടെ ഒരു മേള നടന്നപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒക്കെ കാണിക്കാം, എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതൊരിക്കും ബൈ.